നമസ്കാരം. ഷാഫിയെ പഞ്ഞിക്കിട്ട് കോൺഗ്രസ് പട. ഷാഫി, നീ ബ്രൂട്ടസ്, നിനക്ക് കാലം മറുപടി നൽകും. കേസിയെ താങ്ങാൻ നോക്കിയാൽ ഷാഫിക്ക് കാലം മറുപടി നൽകും. യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് വിളിച്ച് വി ഡി സതീശൻ അനുകൂലികൾ ഷാഫിക്കെതിരെ തിരിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തിൽ ഇത്രത്തോളം ജനകീയനായ ഒരു താരം, അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ ഷാഫി പറമ്പിൽ, ചിലപ്പോൾ ഞാനും ഈ ഷാഫിക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ആ ഷാഫി പറമ്പിലിനെ ഇന്ന് ബ്രൂട്ടസിനോട് ഉപമിക്കുകയാണ് അതേ കോൺഗ്രസ്സുകാർ. ആരാണോ എടുത്തുയർത്തി തലയിൽ വെച്ചിരുന്നത്, അവരെന്ന് അതേ ഷാഫിയെ തറയിലിട്ട് ചവിട്ടി തേക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കെ സിയെ താങ്ങാൻ നോക്കിയാൽ ഷാഫിക്ക് കാലം മറുപടി നൽകും. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് ആർക്കും വിയോജിപ്പില്ല. പക്ഷേ അത് നേരായ മാർഗത്തിലാകണമായിരുന്നു. അത് ചെയ്യാൻ ഒരുപാട് സമയവും ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാലൂന്നാൻ നടത്തിയ ഈ ശ്രമമുണ്ടല്ലോ കെ സി, അവിടെയാണ് ജനങ്ങൾ നിങ്ങളെ പഞ്ഞിക്കുന്നത്. അതായത് പിണറായി വിജയനെ വെറുത്തുപോയ വലിയൊരു ജനസമൂഹമുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്രത്തോളം വിരോധം ഏറ്റുവാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് വിരോധം ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു നേതാവില്ല എന്ന് പറയുകയാണ് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ജനവിരോധത്തിൽ ഇന്ന് ഒന്നാം റാങ്കുകാരൻ പിണറായി അല്ല. പിണറായി മാറി നിൽക്കുന്നു. കെ സി വേണുഗോപാലാണ്. നിങ്ങളെ ജനം വെറുക്കുന്നത് പോലെ മറ്റൊരാളെയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്നില്ല എന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇവിടെ അതേ കെ സി വേണുഗോപാലിനെ കെട്ടിയിറക്കുന്നതിലാണ് ഇവിടുത്തെ സാധാരണ ജനത്തിന് ഈ രോഷമുണ്ടായത്. അല്ലാതെ നിങ്ങൾ മുഖ്യമന്ത്രിയാകുന്നതിനോട് ആർക്കും യാതൊരു വിരോധമില്ല. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും രാഷ്ട്രീയത്തിൽ വരുവാനും തിരഞ്ഞെടുക്കപ്പെട്ടാൽ MLA ആയതിനു ശേഷം മുഖ്യമന്ത്രിയാകുവാനും മന്ത്രിയാകുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് അങ്ങനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയപ്പെടുന്നത് അത് തന്നെയാണ്. പക്ഷെ പകരം താങ്കളെ ആലപ്പുഴയിൽ നിന്ന് ഇവിടുന്ന് MP ആയി പറഞ്ഞയച്ചത് അങ്ങ് ഡൽഹിയിലേക്കാണ്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ സെക്കൻഡ് ആൻഡ് ചീഫ് കമാൻഡ് കൂടിയാണ് താങ്കൾ എന്നുള്ള കാര്യം താങ്കൾ മറന്നു പോകുന്നുണ്ട്. ഒരു ദേശീയ പാർട്ടിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുകിൽ ആ പാർട്ടിയെക്കുറിച്ചോ ആ പാർട്ടി നൽകിയ ആ പദവിയെക്കുറിച്ചോ താങ്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി താങ്കൾ ഇങ്ങനെ അടികൂടുന്നത്. അല്ലെങ്കിൽ താങ്കളെപ്പോലൊരു കള്ളൻ അതായതുകൊണ്ടാവാം താങ്കൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തി കൈയിട്ട് വാരാൻ നടത്തുന്ന ശ്രമങ്ങൾക്കായിരിക്കും 5 വർഷം കൊണ്ട് ഈ കേരളത്തെ കട്ടുമുടിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമാകാം. ഇതിൽ എന്തായാലും ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് നെറികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളോടൊപ്പം നിന്നവരെയും അതേ കണ്ണോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള ജനം കാണുന്നത് എന്നുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലം വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ ഒരു വികാരമായിരുന്നു. ചിലപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രിയാകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ജനസ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവെന്ന്. ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുകയും ഉമ്മൻചാണ്ടി ശിഷ്യൻ എന്നറിയപ്പെടുകയും ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടിക്കിട്ട് പണിയുകയും ചെയ്തവനാണ് ഈ ഷാഫി പറമ്പിൽ എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ആ മുഖം മൂടിയൊക്കെ അഴിഞ്ഞു വീണിരിക്കുന്നു. ഷാഫി വളരെ സേഫ് സോണിൽ മാത്രം നിന്ന് കളിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അതായത് കേരളത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായാൽ അതിലൊന്നും പ്രതികരിക്കാറില്ല. പകരം ഇതുപോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ കൊച്ചുകുട്ടികളുടെയും അമ്മമാരുടെയും ഇടയിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് വാ നിറച്ച് ചിരിക്കുന്ന ചിരിയുമായി കടന്നു പോകുന്ന ഷാഫിയെ നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഷാഫിയെ അങ്ങനെ സ്റ്റാർ ക്യാമ്പയിൻ ആക്കി മാറ്റിയിട്ടുമുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അത് ശരിയായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. അത് ഷാഫി മനസ്സിലാക്കിയാൽ ഷാഫിക്ക് കൊള്ളാം. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം പങ്കുവെച്ച ഷാഫിയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റില് പൊങ്കാലയോട് പൊങ്കാല, സൈബർ ആക്രമണം നടത്തുകയാണ് കോൺഗ്രസിന്റെ പട തന്നെ. അതായത് ജനവികാരം മാനിച്ചില്ലെങ്കിൽ അടുത്ത തവണ നിയമസഭ കാണില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഈ പ്രവർത്തകർ. അവർ പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അവർ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. കെ സി മുഖ്യമന്ത്രിയാകുമെന്നും BD മുഖ്യമന്ത്രിയാകില്ല എന്നും. പക്ഷേ ഇനി ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കെ സിക്ക് പെട്ടി താങ്ങിയവരാരും മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതവരുടെ നിലപാട് മാത്രമല്ല, അതൊരു തീരുമാനം കൂടിയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ചേരി തിരിഞ്ഞ് മൂവരിൽ ഒരാളെ പിന്തുണയ്ക്കുകയാണ് വിവിധ നേതാക്കൾ.
ആ കൂട്ടത്തിൽ KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ശക്തമായിട്ടുള്ള വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷാഫിയുടെ നിലപാട് പാർട്ടി അണികളെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നമ്മൾ ജയിച്ചു സാർ, അങ്ങയെ ക്രൂശിച്ചവരെ ജനം ശിക്ഷിച്ചു എന്ന കുറിപ്പോടെ അന്തരിച്ച നേതാവ് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഷാഫി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഈ പോസ്റ്റിന് താഴെയാണ് VD സതീശൻ അനുകൂലികൾ കൂട്ടത്തോടെ എത്തി വിമർശനം ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ നടത്തിയ പോരാട്ടങ്ങളാണ് UDFനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിച്ചത് എന്നും അദ്ദേഹത്തെ തഴഞ്ഞ് KC വേണുഗോപാലിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ജനവഞ്ചനയാണ് എന്നുമാണ് ഉയരുന്ന പ്രധാനമായിട്ടുള്ള ആക്ഷേപം എന്ന് പറഞ്ഞു. ജനഹിതം മനസ്സിലാക്കാതെ ഗ്രൂപ്പ് വക്താവായി പ്രവർത്തിച്ചാൽ ഷാഫിക്ക് വരും കാലങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും കോൺഗ്രസിന്റെ കാലനാകരുത് എന്നും ചില കമന്റുകളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യു ടു ബ്രൂട്ടസ് എന്നും വർത്തമാന കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് KC എന്നും തുടങ്ങുന്ന കടുത്ത പ്രയോഗങ്ങളാണ് ഷാഫിക്കെതിരെയും ഉപയോഗിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ VD സതീശൻ സ്വീകരിച്ച ചില നിലപാടുകളാണ് ഷാഫിയെ KC പക്ഷത്തേക്ക് അടുപ്പിച്ചത് എന്നുള്ള ആരോപണം മുമ്പേ ഉയർന്നതാണ്. അത് ശരി തന്നെയാണ്. ഇതേ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയിട്ട് VD സതീശന് വേണ്ടിയിട്ട് കീജയ് വിളിച്ചവർ, കൂടെ നടന്നവർ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുത്ത് സതീശൻ മുന്നോട്ട് പോയപ്പോൾ ആ തീരുമാനങ്ങളിൽ തട്ടി ഇവരുടെ ബന്ധം തകർന്നു. അതോടുകൂടി ഷാഫി KC പക്ഷത്തേക്ക് പോയി, വിഷ്ണുനാഥും KC പക്ഷത്തേക്ക് പോയി, രാഹുൽ മാങ്കൂട്ടത്തിലും KC പക്ഷത്തേക്ക് പോയി. അപ്പോൾ തെറ്റ് വിളിച്ചു പറയുന്നവനെ, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവനെ തള്ളിക്കളയുന്നവർ കള്ളന്മാരാണ് എന്നുള്ളതിന്റെ സൂചനകളാണ് ഇതിലൂടെ നൽകുന്നത്. അതുകൊണ്ട് ഇതുവരെ ഷാഫി ഇട്ടിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. നീയും കള്ളനാണ് എന്ന് ജനം വിളിച്ചു പറയാൻ പോകുന്നു. നാളെ നല്ല ഉയരങ്ങൾ താണ്ടാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു ഷാഫി പറമ്പിൽ. പക്ഷെ ഇവിടെ തീരുകയാണ്. നിങ്ങളും മനസ്സിലാക്കേണ്ടതായിരുന്നു, ജനഹിതത്തിനോടൊപ്പമാണ് താങ്കൾ നിന്നിരുന്നത് എങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ ഉണ്ട് എന്ന് ജനം വിശ്വസിച്ചേനെ. നിങ്ങൾ എടുക്കുന്ന നിലപാടുകളിൽ ചില നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചേനെ. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നു താങ്കളും കള്ളനാണ് എന്ന്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ പിന്തുണ വ്യക്തിപരമായ കരുത്താണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നും ജനകീയ വികാരത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും അണികൾ ഓർമ്മിപ്പിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ ചിലരും ഷാഫിക്കെതിരെ രംഗത്തെത്തി. അതും ശ്രദ്ധേയമാണ്. ഡൽഹിയിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല, കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നേതാക്കൾ ശ്രമിക്കേണ്ടത് എന്ന വികാരം, അതാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് എന്നുള്ളത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് അണികൾക്കിടയിലെ അമർഷം എന്ന് പറയപ്പെടുന്നത് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഷാഫിയെ പോലുള്ളവർ നിലപാടുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു നിലപാടുമില്ലാത്തവനാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. KC പക്ഷത്തിനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് KCയെ കെട്ടിയിറക്കുന്നതിനോട് ആണ് ഇവിടുത്തെ വിയോജിപ്പ്. അല്ലാതെ KC മുഖ്യമന്ത്രിയാകുന്നതിനോട് ഒരു കാലത്തും ആർക്കും വിയോജിപ്പൊന്നുമില്ല. കാരണം ജനകീയമായിട്ട് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ചു വന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയാകൂ. അതിനൊന്നും ആർക്കും ഒരു തരത്തിലുള്ള വിരോധം ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ ഒരു അധികാരത്തിലേക്ക് 100 സീറ്റുകൾ ലഭിക്കുമെന്ന് ഉറച്ചു പറയുവാൻ കഴിയുന്ന ഒരുത്തനായിരുന്നു സതീശൻ. 100 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരികെ എത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയുവാൻ നട്ടലുള്ളവനായിരുന്നു സതീശൻ. അങ്ങനെയുള്ള സതീശനെ ജനങ്ങൾ സ്വീകരിച്ചു. ജനങ്ങൾക്ക് നുണ പറയുന്നവനെയല്ല ആവശ്യം, മുഖം മൂടിയിടുന്നവനെയല്ല ആവശ്യം. പകരം അവർക്ക് ആവശ്യം ഇതുപോലൊരു നേതാവിനെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ജനവികാരം എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇത് ആരും സൃഷ്ടിക്കുന്നതല്ല. ഈ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലമില്ലാത്ത ഒരു പ്രതീക്ഷ സതീശൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. കാരണം കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു മുടിച്ചു എന്ന് അവർ അവകാശപ്പെടുന്ന പോലെ തന്നെ അതിനു മുമ്പുള്ള കോൺഗ്രസ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്നും അവർക്ക് പ്രതീക്ഷയില്ല. അത് രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാൽ ആണെങ്കിലും വേറെ ആരാണെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നില്ല. പകരം ഒരു പരീക്ഷണമാണ് സതീശനിലൂടെ നടത്താൻ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുന്നത്, സമൂഹം തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേരളം ഒന്നടങ്കം സതീശൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് സതീശനായിട്ട് വോട്ട് ചെയ്തത്. അത് ഇന്നിപ്പോ ഏത് കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏത് നേതാവും അതല്ല, സതീശന് വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലും സതീശനെ വിശ്വസിച്ച ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് വോട്ട് ചെയ്തത്. ഇവിടെ കണ്ണൂരിന്റെ സിംഹം എന്ന് പറയപ്പെടുന്ന
സുധാകരൻ. കെ സുധാകരനാണ് ആദ്യമായിട്ട് ഈ പാർട്ടിക്ക് ആദ്യത്തെ ആണി അടിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ളവരെ പടിക്ക് നിർത്തേണ്ട സമയം കഴിഞ്ഞു. പിന്നെയുണ്ട് കഴിഞ്ഞ ദിവസം എം ഹസനെ പോലുള്ള ഇവരെല്ലാം മുതിർന്ന നേതാക്കൾ. കാരണം അവർക്കൊന്നും സ്ഥാനമില്ലെങ്കിൽ മറ്റുള്ളവരാരും ഇവിടെ വരണ്ട എന്നുള്ളതാണ്. 60 വയസ്സ് ഉള്ളവൻ ഭരിച്ചാൽ എന്താ കേരളം ഭരിക്കാൻ കഴിയില്ലേ? 36 വയസ്സുള്ളവൻ ഭരിച്ച കേരളമാണിത്. AK ആന്റണിക്ക് അന്ന് എന്തായിരുന്നു ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ പ്രിവിലേജ് ഉണ്ടായിരുന്നത്? അതിനു മുമ്പുള്ള പാരമ്പര്യം എന്താണ് ഉണ്ടായിരുന്നത്? എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്? പക്ഷെ അദ്ദേഹം ഭരിച്ചില്ലേ. അപ്പൊ സതീശനെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിലെ ഈ കടൽ കിഴവന്മാരായിട്ടുള്ള, ചത്താലും ചാവാത്തവന്മാരായിട്ടുള്ള കുറെ നേതാക്കന്മാരാണ്. ഇവരുടെയൊക്കെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചതിന് ശേഷം മാത്രമേ ഇനി കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കൂ. അത്രത്തോളം തരം താണിരിക്കുന്നു ഇവിടുത്തെ ഈ കടൽ കിഴവന്മാരായിട്ടുള്ള നേതാക്കന്മാർ. ഇവന്മാരെ പുറത്താക്കാനോ അതിനോട് പ്രതികരിക്കാനോ കഴിയാത്ത ഒരു സംവിധാനമാണ് ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുന്ന ഈ സോണിയ, രാഹുൽ, പ്രിയങ്ക കുടുംബം എന്ന് പറയപ്പെടുന്നത്. ആ 3 പേരുടെ കുടുംബത്തിനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പാർട്ടി ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങൾ ഷാഫിയെ പോലൊരു സ്റ്റാർ ക്യാമ്പയിനറെ നിലത്തിട്ട് ചവിട്ടാൻ തുടങ്ങിയത്. ഷാഫിയെ പഞ്ഞിക്കിടുകയാണ് കോൺഗ്രസ് പട. ഷാഫി നീ ബ്രൂട്ടസ് എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, കാലം നിനക്ക് മറുപടി നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർന്നടാ തീർന്നു. ഷാഫിയുടെയും എല്ലാ കളികളും ഇവിടെ അവസാനിച്ചു.